ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ജോയ്സ് ടി വി എന്ന ടെസ്റ്റ്മണി ചാനലിലൂടെ എളിവരെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗപ്പെടുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഇതിലൂടെ കടന്നു വരുന്നതായ അനുഭവങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നുവെന്ന പ്രിയപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇന്നത്തെ സാക്ഷ്യവും കാരണമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സേവ്യർ ഫ്രം കൊട്ടാരക്കര. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. യേശുവിടെ ദൈവാസിനെ പ്രൈസ് ദി ലോർഡ്. ഒരു ബൈബിൾ സ്കൂൾ ടീച്ചറൊക്കെയാണ് കർത്താവിൻ്റെ ദാസൻ. അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങൾ, അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരൊരു ബൈബിൾ കോളേജിലെ തിയോളജിക്കൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ ഒരു വാക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ദൈവമേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പകലിനായി സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ കേൾവിക്കാർക്ക് കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് കാരണമായി തീരട്ടെ. കർത്തൃകരങ്ങൾ എളിയവരെ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ. കർത്താവദാസനെ തുടർന്നുള്ളതായ സമയങ്ങൾ ദൈവദാസിൻ്റെതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഷെയർ ചെയ്യാം. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് കർത്താവിന്റെ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ കൊട്ടാരക്കര തന്നെ. കൊട്ടാരക്കരക്കാർക്കൊക്കെ ഞാൻ സുപരിചിതനാണ്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ കൊട്ടാരക്കരയിലായതുകൊണ്ട് എൻ്റെ പ്രവർത്തന മേഖലയും കൊട്ടാരക്കരയിൽ തന്നെ ആയിരുന്നത് കൊണ്ട് കൊട്ടാരക്കരയിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ എന്നെ അറിയാവുന്നതാണ്. ഇന്ന് പകൽ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച് വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞ് എൻ്റെ സാക്ഷ്യത്തെ ഒന്ന് പൂർത്തീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോ ഒരു സഭയുടെ പാസ്റ്ററായിട്ട് IPC ഇന്ത്യ ബന്ധപുസ്തക സഭയുടെ ഒരു സഭയുടെ ശുശ്രൂഷ നിർവഹിക്കുന്നു. അപ്പോൾ തന്നെ മണ്ണൂർ എന്ന് പറയുന്ന ഒരു സെൻറ്ററിൻ്റെ സെക്രട്ടറി കൂടിയാണ്. നേരത്തെ കർത്തദാസ് ഓർപ്പിച്ചതുപോലെ വേദ അധ്യാപകനാണ്. അപ്പോൾ തന്നെ കൂടുതൽ സമയവും പരസ്യയോഗ ശുശ്രൂഷകൾക്കും തെരുവുകളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് എന്നെ കൊണ്ടാവുന്നതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. നിരവധി ടീമുകളുടെ കൂടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായി പോകാറുണ്ട്. ഇതൊക്കെയാണ് നിലവിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. എൻ്റെ സഹധർമ്മിണി നിലവിൽ ഇപ്പോൾ ജോലിയുണ്ട്. ഒരു LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം വിരമിക്കും. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. മൂത്ത മോടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. ഇളയ മകൻ മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ജോലിയും കാര്യങ്ങളും ഒരുവിധം സാമാന്യമായ വിദ്യാഭ്യാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായി പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പശ്ചാത്തലം എനിക്ക് ഷെയർ ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്, കാത്തലിക് കുടുംബത്തിലാണ്. ആക്ച്വലി എൻ്റെ പപ്പ കൊട്ടാരക്കരക്കാരനല്ല. എൻ്റെ പപ്പയ്ക്ക് സ്റ്റേറ്റ് ബാങ്കിൽ, അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മറ്റൊരു സ്ഥലത്തുനിന്ന് തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കൊട്ടാരക്കരയിലേക്ക് വന്ന് ദീർഘവർഷങ്ങൾ കൊട്ടാരക്കരയിലെ ബാങ്കിലെ ഉദ്യോഗസ്ഥനായി. കൊട്ടാരക്കരയിൽ നിന്ന് തന്നെയാണ് റിട്ടയർഡ് ആവുന്നത്. അങ്ങനെ കൊട്ടാരക്കരയിൽ വാസമായപ്പോൾ ഇവിടെ ആദ്യകാലങ്ങളിലൊക്കെ വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്നു. ഒടുവിലാണ് ഇത്തിരി വസ്തു വാങ്ങിച്ച് ഒരു വീടും വസ്തുവും കൂടെ വാങ്ങിച്ച് താമസമായി. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും വീട്ടിൽ ഒരു കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ചുള്ള ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നത്. ഒരു കത്തോലിക്ക വിശ്വാസത്തിൻ്റെ എല്ലാവിധമായ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കേൾവിക്കാർക്ക് അറിയാവുന്നതുപോലെ കുർബാനയും പൊന്തയും നൊവേനയും ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്നു.
പിന്നീട് ഞങ്ങൾ ഈ വസ്തുവൊക്കെ വാങ്ങിച്ചത് ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള കുറേ അധികം ആൾക്കാർ, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ഒരു മേഖലയിലാണ് ഈ വസ്തു വാങ്ങിച്ച് അവിടെ ഞങ്ങൾ താമസമായത്. അപ്പോഴേക്ക് ഞങ്ങളുടെ വീടും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും ഒരുപക്ഷെ ഹൈന്ദവരായി മാറി. അപ്പോൾ അവിടെ എങ്ങും ക്രൈസ്തവരായ ആരും ആ ഭാഗത്ത് ആ സമയത്ത് താമസവുമില്ല, ആരുമില്ല. അപ്പോൾ എല്ലാം ഹൈന്ദവ മേഖലയിലുള്ളവരാണ്. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വളരെ വിദൂരതയിൽ താമസിക്കുന്നവരായിട്ട് ബന്ധുക്കളുമായിട്ടും അങ്ങനെ ഇന്നത്തെ പോലുള്ള മൊബൈലിലും കാര്യങ്ങളും ഒന്നുമുള്ള കാലഘട്ടമല്ലല്ലോ. അങ്ങനെ സജീവമായി വല്ലപ്പോഴും എഴുത്തുകളിലൂടെയും വല്ല കല്യാണത്തിനോ മരണത്തിനോ ഒക്കെ പോകുന്നതല്ലാതെ അങ്ങനെയുള്ള ബന്ധങ്ങളും ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. അപ്പൊ എൻ്റെ സൗഹൃദം എല്ലാം ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള പ്രിയപ്പെട്ടവരുമാണ്. അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ഉത്സവങ്ങൾ, അവരുടെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇതെല്ലാം ഒരുപോലെ ഒരേ സമയം ഞങ്ങൾ പള്ളിയിലെ കാര്യങ്ങൾ നോക്കിയിട്ട് സഹകരിക്കുന്നത് പോലെ തന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങളുമായി സഹകരിച്ചാണ് എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. എല്ലാവരുമായി നല്ല സൗഹൃദത്തിലുമൊക്കെ ജീവിച്ചിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തോടു കൂടിയാണ് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. വഴിത്തിരിവ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ രോഗാതുരമായി ഹോസ്പിറ്റലാവുന്നു. ക്യാൻസറായിട്ട് നീണ്ട ദിവസങ്ങൾ ഹോസ്പിറ്റലും വീടുമായിട്ടൊക്കെ കഴിയുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുമൊക്കെ വല്ലാത്ത തകർച്ച, അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങ് മാറി. ജീവിതത്തിൽ പപ്പയുടെ ജോലിയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ ഒരുപാട് നന്മകളും വസ്തുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടത്തിലേക്ക് പോയി. ഏകദേശം 2 വർഷത്തോളം ചികിത്സ കഴിഞ്ഞിട്ട് അമ്മ മരണമടയുന്നു. അപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. ഞങ്ങൾ 5 മക്കളാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്ക് മൂത്ത ഒരു ചേച്ചിയുണ്ട്, ഇളയ 3 മക്കള്. അപ്പം ഏറ്റവും ഇളയ ആളെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അമ്മ മരിക്കുന്ന സമയത്തൊക്കെ നല്ല ഈ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ പപ്പയുടെ ഒരു ശിക്ഷണത്തിലാണ് ഞങ്ങൾ വളരുന്നത്. ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിലാണ് ജീവിതത്തിലേക്ക് ഈ വീട്ടിൽ നിന്ന് നമുക്ക് പപ്പ വളരെ തിരക്ക് പിടിച്ച് ഞങ്ങളെ വളർത്തിയ മനുഷ്യനാണ്. അദ്ദേഹമാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് അധികം ജോലി കാര്യങ്ങളിലൊന്നും ഞങ്ങളെ അങ്ങനെ ഏർപ്പെടുത്താതെയൊക്കെ തന്നെയാണ് അദ്ദേഹം അത്ര ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ വീട്ടിൽ നമുക്ക് ലഭ്യമാകേണ്ടുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു സ്നേഹത്തിന്റെ സാഹചര്യം വീട്ടിൽ നഷ്ടപ്പെട്ട ഒരു മണ്ഡലം അന്നുണ്ടായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ അതാകാം ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോട് വളരെയേറെ ആഭിമുഖ്യം ആ കാലഘട്ടത്തിലേക്ക് ഉണ്ടാകുവാനുള്ള കാരണം. അന്ന് നമ്മുടെ സുഹൃത്തുക്കളായി കടന്നു വന്നവരിൽ നിന്നൊക്കെ ലഭ്യമായ അനുഭവം അനുസരിച്ച് സജീവമായ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി മാറി. പ്രത്യേകിച്ച് 1980കളുടെ കാലഘട്ടം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമൊക്കെ കേരളത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ വളരെ സജീവമായി സമരരംഗത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വളരെ വേഗത്തിൽ ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി വളരെയേറെ അടുത്തു, സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. അതിൻ്റെ കമ്മിറ്റികളിലും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി, ഡിഗ്രി, ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. അപ്പോഴും ദൈവകൃപയാൽ എൻ്റെ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരു മുടക്കവും ഉണ്ടായില്ല. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പഠിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. ആ സമയത്ത് നന്നായി പഠിക്കുന്ന കാര്യത്തിലൊന്നും അത്ര മോശമായിരുന്നില്ല. നന്നായി അക്കാഡമിക്കായിട്ട് നല്ല നിലവാരം പുലർത്തിയിരുന്നു. എന്നാൽ അതേ സമയത്ത് സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു. എൻ്റെ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. കൊട്ടാരക്കര കോളേജ് കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്നു 1987 കൊട്ടാരക്കര കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം ആലപ്പുഴ SD കോളേജിലാണ് ഞാൻ MSc ചെയ്തത്. അവിടെയും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയി. തുടർന്ന് കൊട്ടാരക്കര SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടും, അതിൻ്റെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം, അതുപോലെ DYFIയുടെ വില്ലേജ് പ്രസിഡന്റ്, പാർട്ടിയുടെ സജീവമായ പ്രവർത്തകൻ, നിരവധി എന്നുവെച്ചാൽ 24 മണിക്കൂറും ഏതാണ്ട് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സമരങ്ങൾ ഇങ്ങനെ കൊടുമ്പരിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. പഴയ ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാകാം ഈ സ്വകാര്യ പോളിടെക്നിക്കുകൾക്കെതിരെ നടന്ന സമരം, അങ്കമാലി ലിറ്റി ഫ്ലവർ ഹോസ്പിറ്റലിലെ PG കോഴ്സിനെതിരെ നടന്ന സമരം,
അതുപോലെ പ്രീ ഡിഗ്രി ബോർഡ് വിരുദ്ധ സമരം എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ എന്നും ചോരപ്പുഴ ഒഴുകിയിരുന്ന, എന്നും ലാത്തി ചാർജും എന്നും പ്രശ്നങ്ങളുമായിട്ടൊക്കെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമരത്തിന്റെയൊക്കെ നേതൃത്വ രംഗത്ത് നിൽക്കുവാൻ ഇടയായി തീർന്നു. ഒത്തിരി എന്താ പറയുന്നത്, വലിയ കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, ഈ ചില മർദ്ദനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ. അതുമാത്രമല്ല കോളേജിലെ സംഘർഷങ്ങൾ, പുറത്ത് പല സംഘർഷങ്ങൾ, പലപ്പോഴും ആയുധത്തിന്റെ മുമ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയ സന്ദർഭങ്ങൾ, പലപ്പോഴും ആയുധങ്ങൾ കൊണ്ടു നടക്കേണ്ടുന്ന സാഹചര്യങ്ങൾ. ഇതൊക്കെ അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സജീവമായ രാഷ്ട്രീയം. ആ സമയത്തും വായനാശീലം വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് നിരവധിയായ താത്വികമായ പുസ്തകങ്ങൾ, ഞാൻ വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ല. നിരവധിയായ ഈ രാഷ്ട്രീയമായ ഇടതുപക്ഷ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ ധാരാളമായി വായിക്കുകയും എൻ്റെ മനസ്സിലേക്ക് മാർക്സിയൻ തത്വശാസ്ത്രവും ഏംഗൽസും ലെനിനും ഒക്കെ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കുറിച്ചൊക്കെ ഭയങ്കര വലിയ ഒരു ബോധ്യങ്ങളും ഏതാണ്ട് വിപ്ലവം സാധ്യമാകും എന്നുള്ള ചിന്തയിൽ അങ്ങനെ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം ജീവിതത്തിലുണ്ടാകും. ആ സന്ദർഭത്തിൽ ഇങ്ങനെ പോകുമ്പോൾ കൊട്ടാരക്കരയിൽ ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനമൊക്കെ തുടങ്ങി. ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായി ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നു, മറുഭാഗത്ത് പാരൽ കോളേജൊക്കെ നടത്തി. ഇന്നത്തെ പോലല്ല, അന്ന് ഈ SLC സെഷൻ എന്നും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്, പ്രീ ഡിഗ്രി സെഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് സംവിധാനങ്ങളുള്ള ലാബും ഒക്കെയുള്ള ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനമൊക്കെ നടത്തി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനവും അതേസമയം തന്നെ ഈ ട്യൂട്ടോറിയൽ രംഗത്തും ഒക്കെ ആയിട്ട് എൻ്റെ ട്യൂഷൻ രംഗമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ധാരാളം പൈസയൊക്കെ കയ്യിൽ വന്നുകൊണ്ടിരുന്നു. പൈസയൊക്കെ കയ്യിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ എങ്ങനെ ഈ പൈസയൊക്കെ പോയതൊന്നും എനിക്കറിയത്തില്ല. ചില സുഹൃത്തുക്കളുമായൊക്കെ ബന്ധപ്പെട്ട് രഹസ്യമായിട്ടൊക്കെ ആരംഭിച്ച് ചില മദ്യപാനമൊക്കെ അവസാനം അതൊരു വല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ രഹസ്യമായിട്ട് ആരും കാണാതൊക്കെയാണ് കൊണ്ടു നടന്നതെങ്കിലും പിന്നീട് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ദുശീലങ്ങളും ബന്ധനങ്ങളും ഒക്കെ ആയി മാറി. ഭയങ്കരമായ പുകവലി, മദ്യപാനം, ഇങ്ങനെയുള്ള ചില ശീലങ്ങളും അങ്ങനെ ഒരുപക്ഷെ അതൊക്കെ കൊണ്ടാകാം സാമ്പത്തികമായി വല്ലാത്ത തകർച്ചകൾ നേരിട്ടു. പല സന്ദർഭങ്ങളിലും എനിക്ക് കാര്യങ്ങൾക്കകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു. ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ വ്യക്തിപരമായി ജീവിതത്തിൽ നേരിടുന്നു. എൻ്റെ വീടുമായിട്ടൊക്കെ ഈ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനും കോടതികളും സംഘർഷങ്ങളും ഒക്കെ ആയി നടക്കുന്നു. വീടുമായിട്ടൊക്കെ ഒരുപാട് അകലുവാനിടയായി. വീട്ടുകാർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവരൊക്കെ പോയി. ഒത്തിരി അകന്നു, ഒറ്റപ്പെട്ട്. എൻ്റെ കുറെ സൗഹൃദ വലയങ്ങൾക്കകത്തായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയാം ആ കാലഘട്ടങ്ങളിൽ. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ BEd ഒക്കെ എടുത്തു. അതിനുശേഷം ഈ പോകുന്ന സന്ദർഭങ്ങളിലാണ് ഒരു വിവാഹം നടക്കുന്നു. ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലുള്ള ഒരു സഹോദരിയാണ് ഞാൻ വിവാഹം ചെയ്തത്. വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും ഒരേ സമയം മുന്നോട്ട് പോവുകയാണ്, വളരെ സജീവമായി നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു. അതിൽ ഒന്ന് സാമ്പത്തികമായ വിഷയമാണ്. വലിയ കടഭാരങ്ങൾ എൻ്റെ സാമ്പത്തികമായ ദുർവ്യയം കൊണ്ടാകാം ഒരുപക്ഷെ സംഭവിച്ചത്. പലപ്പോഴും പലരുടെയും ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ വഞ്ചനാപരമായ അനുഭവങ്ങൾ, പല വിഷയങ്ങളുണ്ട്. എന്തായാലും ശരി, ഞാൻ ചെയ്തതെല്ലാം പരാജയത്തിലേക്കും വലിയ സാമ്പത്തിക തകർച്ചകൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. സാമ്പത്തിക തകർച്ചകൾ ഉണ്ടായപ്പോൾ സൗഹൃദ ബന്ധങ്ങൾക്ക് ഒരുപാട് എല്ലാവരും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങൾ, ഒരു ഭാഗത്ത് വീട്ടിലെ വിഷയങ്ങൾ, കുടുംബത്തിലും സ്വാഭാവികമായിട്ടും കേൾവിക്കാർക്ക് അറിയാവുന്നതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന അകൽച്ചകളും വിഷയങ്ങളും, ഇങ്ങനെ പല കാര്യങ്ങൾ എന്നെ നേരിടുവാനിടയായി. മാനസികമായിട്ടൊക്കെ ഞാൻ വല്ലാതെ തളർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ മദ്യപാനമൊക്കെ അല്പമൊക്കെ ഒന്ന് പരസ്യമായിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ കാര്യങ്ങൾ പോയി. രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും ഞാൻ ആഗ്രഹിച്ചതുപോലെയൊന്നും അല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലീഡർഷിപ്പിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും എന്നൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ് ആ കാലഘട്ടം. കാരണം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇതിനകത്ത് നിന്നത്. പക്ഷേ പലരും അവരവരുടെ സ്ഥാനങ്ങൾ ഒക്കെ ഉറപ്പിക്കുവാനും അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുമാണ് പലരും ഓടിക്കൊണ്ടിരുന്നത് എന്ന് ആ കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളോടും യോജിച്ചു പോകാൻ കഴിയാതെ ആ രാഷ്ട്രീയ ആശയങ്ങളോടൊക്കെ പലപ്പോഴും യോജിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥകൾ പലതും ഉണ്ട്. ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിൽ ഇരിക്കുന്നവരും അതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടൊക്കെ നല്ല അടുപ്പവും ബന്ധങ്ങളും അവരുമായിട്ടൊക്കെ ഒരുമിച്ച് പല ആ, കമ്മിറ്റികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവകൃപയാൽ അതിനുശേഷം ഒരിക്കലും ഇവരെ ആരിടത്തും പോയി ഒരു കാര്യത്തിനും ഒരു അഭ്യർത്ഥനയുമായിട്ട് പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും എനിക്ക് വല്ലാത്ത അതൃപ്തിയും കാര്യങ്ങളും ഉണ്ടാകുന്നു. അതിനകത്ത് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാം കൊണ്ടും ഞാൻ വല്ലാതെ തകർന്നു നിൽക്കുന്ന ജീവിതാനുഭവത്തിൽ എൻ്റെ കൂടെ സഹകരിക്കുന്ന, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഹൈന്ദവ പള്ളികൾ ആ സമയത്തൊക്കെ ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വരണം. ഞാൻ കത്തോലിക്ക പശ്ചാത്തലത്തിലൊക്കെ ആയിരുന്നു എങ്കിലും പിന്നീട് എൻ്റെ ഈ രാഷ്ട്രീയമൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞ് ഈ ആശയങ്ങൾ എന്നെ വല്ലാതെ ഉലുക്കിയപ്പോൾ ദൈവം എന്ന ചിന്ത പോലും എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ അങ്ങ് അസ്തമിച്ചു പോയി. കാര്യം പള്ളിയിലെങ്ങും പോകാറില്ല. ഇതുമായിട്ടൊന്നും സഹകരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ജീവിതത്തിലെ പള്ളിയുമായുള്ള ബന്ധങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പലപ്പോഴും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ എന്നെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അവരുമായിട്ടൊക്കെ സഹകരിക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ദൈവം ഇല്ല എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഒരു സാഡിസ്റ്റ് ആയിരിക്കും. മനുഷ്യന്റെ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും അറിയാത്ത ഒരു ദൈവത്തെ ആർക്കു വേണം എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുവാനിടയായി. അതിപ്പം ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല, പൊതുവെ കോമൺ ആയിട്ടുള്ള എൻ്റെ എല്ലാ ക്ഷേത്രങ്ങളോടും എല്ലാ മതങ്ങളോടും എല്ലാ ദൈവവിശ്വാസങ്ങളോടും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ ഈ തകർച്ചകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഈ എൻ്റെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ ഒരു പക്ഷേ ആർക്കെങ്കിലും കഴിയുമായിരിക്കും, ഏതെങ്കിലും ദൈവത്തിന് കഴിയുമായിരിക്കും എന്ന ചിന്തകൾ വന്നു. എൻ്റെ കൂടെയുള്ള സൗഹൃദത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും നമ്മളോട് ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ ഒരു നിരീശ്വരവാദത്തെ പോലെ ഇങ്ങനെ നിരീശ്വരവാദിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാകാം ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പലരും എന്നോട് പറയുവാനിടയായി. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധപ്രകാരം കേരളത്തിനകത്തും പുറത്തും ധാരാളം ക്ഷേത്രങ്ങളിൽ, ധാരാളം പള്ളികളിൽ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള നേർച്ചകൾ, കാഴ്ചകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതൊക്കെ സത്യത്തിൽ കൊട്ടാരക്കരയിൽ തന്നെ അങ്ങനെയൊക്കെ ഈ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പോവുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ വിദൂരങ്ങളിലുള്ള അറിയപ്പെടുന്ന ശബരിമല ക്ഷേത്രത്തിൽ പോലും എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു സമാധാനമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയുന്നില്ല. എത്ര ഞാൻ ശ്രമിച്ചിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു ഈശ്വര വിശ്വാസത്തിലേക്ക്, എന്തോ ഒരു ശക്തിയുണ്ട്, എന്തോ ഒരു ദൈവമുണ്ട് എന്നൊക്കെ ഒരു ചിന്തകൾ എന്നെ ഭരിക്കുന്നു ആ സമയത്ത്. പക്ഷേ പോകുന്നിടത്തൊക്കെ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാവരും ഭയങ്കര കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരും പറയുന്നത് ഇവിടെ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണ്, അപേക്ഷിച്ച ഉപേക്ഷിക്കാത്ത ദൈവമാണ്. പലരും പലതരത്തിലാണ് പറയുന്നത്. പലരെയും അനുഭവങ്ങളും ഒക്കെ ആ സമയത്ത് എവിടെ ചെന്നാലും അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു അനുഭവവും നേരിടുന്നില്ല. എൻ്റെ ജീവിതത്തെ എന്നും തോരാത്ത കണ്ണീരും ഉറക്കമില്ലാത്ത രാത്രികളുമായി ഞാൻ മുന്നോട്ട് പോയി. ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളികകൾ ഞാൻ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയും ആ സന്ദർഭങ്ങളിൽ പോകുവാനിടെ എത്ര നിരാശ ബാധിച്ചു. ജീവിതത്തിൽ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു. ജീവിതം എന്തിനു ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എൻ്റെ സുഹൃത്തുക്കള് വീണ്ടും നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ക്ഷേത്രങ്ങള്, പള്ളികളൊക്കെ കയറി ഇറങ്ങി ഒടുവിൽ ഞാൻ എത്തപ്പെടുന്നത് ആവിചാരകന്മാരുടെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത്. മന്ത്രവാദികൾ, ആവിചാരകന്മാർ ഇങ്ങനെയുള്ള പലരുടെ അടുക്കലേക്കും പോയി ഇല്ലാത്ത പൈസ ഒപ്പിച്ചുകൊണ്ട് പോയി പല ക്രിയകൾ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ക്രിയകൾ അവരൊക്കെ പറഞ്ഞനുസരിച്ചുള്ള പല കാര്യങ്ങൾ ചെയ്ത്. പക്ഷേ അവിടെയും ചെല്ലുമ്പോൾ ഓരോരുത്തരും പറയുന്നത് അവർക്ക് അങ്ങനെ സാധിച്ചു, ഇങ്ങനെ സാധിച്ചു. പക്ഷെ പോകുന്നത് എനിക്ക് മാത്രം ഒന്നും സാധിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ മാത്രം നിരാശ. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, അത് പള്ളികൾ, പിന്നെ ഇതുപോലുള്ള ആവിചാരകന്മാർ, അവർ പറഞ്ഞ കർമ്മം, ഇങ്ങനെ ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരു ജീവിത അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പ്രേക്ഷകരോട് ഞാൻ പറയാൻ
ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. കൊട്ടാരക്കരയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിരാശയുടെ നടുവിലൂടെയൊക്കെ പോകുമ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി. കത്തോലിക്കരുടെ സ്കൂളിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എൻ്റെ വൈഫിന് ജോലി കിട്ടി. എയ്ഡഡ് സ്കൂളാണ്, ഗവൺമെൻറ് സാലറി ഒക്കെയാണ്. എന്നാൽ ഈ നമ്മുടെ എയ്ഡഡ് സ്കൂളിൻ്റെയൊക്കെ സാഹചര്യം അറിയാമല്ലോ. ജോലി കിട്ടിയാലും നാളുകളെടുക്കും. എനിക്ക് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ശമ്പളമൊക്കെ ലഭിച്ചു തുടങ്ങിയത്. ആ സമയത്ത് അങ്ങനെയൊക്കെ പോകുന്ന ചില സാഹചര്യങ്ങൾ കൂടി ജീവിതത്തിൻ്റെ അനുഭവത്തിലുണ്ടായി. ഓക്കെ, അതുകൂടി ഇതിനിടയ്ക്കൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ജോലിയുണ്ട്. അപ്പോൾ കാര്യങ്ങളെങ്കിലും വല്ലാതെ നിരാശ ബാധിക്കുന്നു. എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയത്തില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ജീവിതം വല്ലാതെ വഴിമുട്ടി, വല്ലാതെ പ്രത്യാശ നഷ്ടപ്പെട്ടു. ആത്മഹത്യാ പ്രവണതകൾ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകൾ എന്നെ ഭരിക്കുന്നു. ഞാനിങ്ങനെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ പല വിധത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. നീ എന്തിനാ ജീവിക്കുന്നത്? വീട്ടിനകത്തൊരു സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല. വളരെ വിശ്വസിച്ചിരുന്ന സൗഹൃദത്തിലുള്ള വ്യക്തികളൊക്കെ എന്നിൽ നിന്ന് അകന്നുപോയി. വിശ്വസിച്ച് ഒത്തിരി എന്താ പറയുന്നത്, ത്യാഗം, മരണം മുന്നിൽ കാണുന്ന അനുഭവത്തിലൂടെ ഒക്കെ പ്രവർത്തിച്ച മേഖലകളിൽ നിന്നിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയില്ല. എനിക്ക് പല തരത്തിൽ ഞാൻ അങ്ങ് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നു. വീട്ടിൽ നിന്നൊക്കെ അകന്നൊരു വാടക വീട്ടിൽ താമസിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. രാവിലെ ഇറങ്ങി പുറപ്പെടും. അപ്പോൾ രാവിലെ 4 മണിക്ക് വരുന്നൊരു ട്രെയിനുണ്ട്. അപ്പോൾ ഈ ട്രെയിന് തലവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്ത. അങ്ങനെ രാവിലെ 4 മണിക്ക് തലവെക്കാനായിട്ട് പോയിട്ട് പുനലൂര് ചന്തയുടെ അപ്പുറത്തുള്ള ഭാഗത്ത് ആ റെയിൽവേ ട്രാക്കിൽ പോയി ഞാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ 4 മണിക്ക് വരുന്ന ട്രെയിൻ അന്ന് വന്നില്ല. ലേറ്റായിപ്പോയി. നേരം വെളുത്തു. രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരുന്നു. എനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് കയറി. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സുഹൃത്തിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സുഹൃത്തിനെ അപ്പോൾ ടെലിഫോൺ ബൂത്തിൽ കയറി ടെലിഫോൺ എടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. എൻ്റെ ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു സുഹൃത്തായിരുന്നു. അവനെ വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു. കാര്യം ആ ടെലിഫോൺ ബൂത്തിൽ നിന്നുകൊണ്ട് ഞാനങ്ങ് കരയുകയാണ്. അപ്പം ഈ ടെലിഫോണിന്റെ കരച്ചിൽ കേട്ടിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, എന്താ വിഷയം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ അവസാനിപ്പിക്കാൻ പോവുക, കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചെന്ന് വരില്ല എന്നൊക്കെ ഇവനോട് പറഞ്ഞു. അല്ല, നീ എൻ്റെ അടുത്ത് വരെ വാ, അത്യാവശ്യമായിട്ട് നീ എൻ്റെ അടുത്ത് വരെ വാ, നമുക്കൊരു പരിഹാരമുണ്ട്. ഞാൻ പറഞ്ഞു, എന്തോ പരിഹാരം? ഞാൻ ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല. അല്ല, ഒരു പരിഹാരമുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോയിരുന്നു, ഒരു ധ്യാനം കൂടിയിരുന്നു. അത് ഭയങ്കര അനുഭവമാണ്. നീ എൻ്റെ അടുത്ത് വരെ വാ, എന്തായാലും ശരി, നീ ഇറങ്ങി തിരിച്ചില്ല, എൻ്റെ അടുത്ത് വരെ. അപ്പൊ വീട്ടിലെങ്ങും പറയുന്നില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട്, അപ്പോൾ ആ വ്യക്തി അടുത്ത സമയത്ത് കോട്ടയ ഡിവൈൻ ധ്യാന കേന്ദ്രം, അന്ന് കോട്ടയ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞാൽ 10,000-20,000 പേരൊക്കെ ഒരു ധ്യാനത്തിൽ കൂടുന്ന സന്ദർഭമാണ്. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ അവൻ പോയിട്ട് വന്നൊരു പ്രത്യേക ആത്മീയ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്നു പറ്റുന്നത്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഒരു വാടകയ്ക്ക് ഒരു റൂം എടുത്ത് താമസിക്കുന്ന സന്ദർഭമാണ്. അവൻ്റെ കൂടെ 1-2 ദിവസം അവിടെ താമസിച്ചു. ഒത്തിരി ഉത്തേജനപരമായ കാര്യങ്ങൾ കേട്ടപ്പോൾ അവസാനത്തെ ഒരു ശ്രമം എന്ന അർത്ഥത്തിൽ ആ പ്രിയപ്പെട്ടവന്റെ നിർബന്ധപ്രകാരമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് 1997 ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അപ്പോൾ നമ്മളൊരു വല്ലാത്ത തകർച്ചയുടെ അനുഭവത്തിലാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് നിറയെ ചോദ്യങ്ങളുമായിട്ടും തകർച്ചകളുമായിട്ടാണ് നമ്മൾ അതിനകത്ത് പോകുന്നത്. കണ്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദിവസങ്ങൾ 1-2 ഇങ്ങനെ ദിവസങ്ങൾ, 7 ദിവസത്തെ പ്രോഗ്രാമാണ്. പുറത്തിറങ്ങാൻ കഴിയില്ല. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസവും അവിടെ നടക്കുന്ന ദൈവവചന ശുശ്രൂഷ. ഇന്ന് പോട്ടെ, ധ്യാന കേന്ദ്രത്തിൻ്റെയൊക്കെ അവസ്ഥകൾക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ അന്നത്തെ സ്ഥിതിയിൽ ക്രിസ്തുവിനെ ഉയർത്തിയായിരുന്നു അവിടുത്തെ പ്രസംഗങ്ങളെല്ലാം. ധാരാളം പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരൊക്കെ വന്ന് പ്രസംഗിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ പെന്തക്കോസ് വിശ്വാസത്തിലുള്ള ചിലരും അവിടെ പ്രസംഗിച്ചിരുന്നു. അന്ന് എനിക്ക് അവരൊന്നും പെന്തക്കോസുകാരാണെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷമാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷേ ഓരോ ദിവസത്തെ പ്രസംഗം കേൾക്കുമ്പോൾ വിശുദ്ധ ബൈബിളിനകത്ത് ഇങ്ങനെ വാക്യങ്ങളുണ്ട് എന്ന് എനിക്കറിയത്തില്ല.
കാര്യം എത്രയോ കാലം കൊണ്ട് എൻ്റെ വീട്ടിൽ ബൈബിൾ ഇരിക്കും. ഞാൻ ആയിരുന്ന കത്തോലിക്ക സഭയ്ക്കകത്ത് അങ്ങനെ ബൈബിൾ വായിക്കുന്ന ഒരു ശീലമോ അല്ലെങ്കിൽ ബൈബിളിലെ വാക്യം കുർബാനയ്ക്കിടയ്ക്ക് ബൈബിൾ വായിക്കും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് വേദപുസ്തകത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയൊന്നുമുള്ള ഒരു കാലഘട്ടമല്ലല്ലോ. സ്വാഭാവികമായിട്ടും ബൈബിളിലെ ഓരോ വാക്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പനക്കലച്ചൻ അവിടെ നിന്നുകൊണ്ട് സ്റ്റേജിൽ നിന്നു. 10,000-20,000 പേര് കൂടുന്ന യോഗമാണ്. പനക്കലച്ചൻ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഭയപ്പെടേണ്ട, നീ എനിക്കുള്ളവരാണ്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കങ്ങ് തോന്നുക ഇത് എന്നോട് സംസാരിക്കുകയാണ്. 10,000 പേരുള്ള യോഗമാണ്. പക്ഷെ വ്യക്തിപരമായി എന്നോട് നീ എനിക്ക് പ്രിയങ്കരനാണ്, വിലപ്പെട്ടവരാണ്, ആരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഞാനൊരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് പോവുകയും എന്തൊക്കെയോ എൻ്റെ കാഴ്ചകളിലേക്ക് എന്തൊക്കെയോ അമാനുഷികമായ തലത്തിൽ ഒരു ദൈവാനുഭവം എനിക്ക് അനുഭവപ്പെടുക. അന്ന് വരെ ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ ദൈവത്തെ അങ്ങ് അനുഭവിക്കാൻ തുടങ്ങി. സ്നേഹവാനായൊരു ദൈവത്തെ, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, ആര് കൈവിട്ടാലും കൈവിടാത്ത, ആര് തള്ളിക്കളഞ്ഞാലും കൂടെ ചേർത്ത് നിർത്തുന്ന ആ ദൈവത്തെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പിന്നെ തുടർന്ന് 1-2 ദിവസങ്ങൾ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കേട്ടു. പാപത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കാത്തലിക് ചർച്ചിന്റെ ഒരു പശ്ചാത്തലത്തിൽ 10 കൽപ്പനകളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എടുത്തു വെച്ച് പ്രസംഗിക്കുന്നത്. ഇന്ന് പാപത്തെക്കുറിച്ച് കുറെ കൂടെ ആഴമായ ബോധ്യമുണ്ട്. അന്ന് അത്രയും ബോധ്യങ്ങളില്ല. ആ സന്ദർഭത്തിൽ പോലും ആ കൽപ്പനകൾ ഓരോന്നും എടുത്തു വെച്ചുകൊണ്ട് പറയുന്ന നിന്റെ ഇന്നത്തെ സകല സാഹചര്യത്തിനും കാരണം പാപമാണ് എന്ന് പറഞ്ഞ് ഓരോ വിഷയം പറയുമ്പോഴും എൻ്റെ മനസ്സ് കടന്ന് തകരാൻ തുടങ്ങി. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ കൂട്ടത്തിന്റെ നടുവിൽ പരിസരം മറന്ന് ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. ഓരോ വിഷയവും എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ അങ്ങ് തെളിയുകയാണ്. ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പലതും എനിക്ക് പുറത്ത് പറയാൻ കഴിയില്ല. അതുപോലെയുള്ള വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. ഓരോന്നും ഞാനിങ്ങ് ഓർത്തങ്ങ് കരഞ്ഞ് നിലവിളിക്കാനും ഒക്കെ തുടങ്ങി. എന്നാ ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. എത്ര വലിയ പാവിയായിരുന്നാലും പെറ്റമ്മ മറന്നാലും നിന്നെ മറക്കാത്തൊരു സ്നേഹമാണ് സത്യവാനായ ദൈവം. ആ ദൈവം നിന്നെ ഉള്ളംകൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു. നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്പർശിക്കുകയും ഞാൻ എഴുന്നേറ്റ് ക്രിസ്തുവിന് വേണ്ടി എന്നെ സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ. ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന് മാനസാന്തരപ്പെട്ട വ്യക്തിയല്ല. ഒറ്റ ദിവസം കൊണ്ട് മദ്യപാനവും പുകവലി എല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സന്ദർഭത്തിലാണ് മാറിപ്പോകുന്നത്. നമുക്കിത് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അന്ന് ആ കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റില് ആ യോഗമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. യേശുവിനെ കുറിച്ച് കേൾക്കുവാനും ഈ രൂപാന്തര അനുഭവത്തിലേക്ക് ഞാൻ വരുവാനും ഇടയായത് കോട്ടയം ധ്യാനകേന്ദ്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. എന്നാൽ സ്തോത്രം, അവിടെ വെച്ചിട്ട് ഒരു സമർപ്പണമൊക്കെ ഉണ്ടായി. ഒരു ബൈബിളൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ച് വളരെ സന്തോഷത്തിലൂടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ഭയങ്കര മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കോട്ടയം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന് ഏതാണ്ട് 2 ആഴ്ചക്കകത്ത് വെച്ച് എനിക്ക് സ്വന്തം പേര് വസ്തുവില്ല. വീട്ടിൽ പപ്പയോട് സംസാരിക്കുന്നു. എനിക്ക് വസ്തു എഴുതി തരുന്നു. ഞാൻ അതിനകത്ത് കുറ്റിയടിക്കുന്നു. പെട്ടെന്നാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. വീട് പണി കഴിഞ്ഞത് പിന്നെ 2 വർഷത്തിന് ശേഷമാണ് വീട് കയറി താമസമൊക്കെ ആകാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിലും തുടങ്ങുന്നത് ജീവിതത്തിൽ ഭയങ്കര വൻ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കിടന്നിട്ട് ഞാനൊരു മതഭക്തനായി. ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളിൽ നിന്ന് നിരീശ്വരവാദ ചിന്തകളൊക്കെ എന്നെ ഭരിച്ചിരുന്ന ആ മേഖലകളിൽ നിന്നും ഒരുപാടിടത്ത് ദൈവാന്വേഷണം നടത്തി സത്യദൈവത്തെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ എൻ്റെ അകത്തേക്ക് വന്നു. പക്ഷേ അതൊരു പൂർണ്ണമല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൂർണ്ണമല്ലാത്ത ചില ബോധ്യങ്ങൾ എൻ്റെ അകത്തേക്ക് വന്നു. ഞാൻ അവിടെ നിന്നൊരു മതഭക്തനായി. പിന്നെ ആ മതഭക്തിയിലെങ്ങാണ്ട് നിരന്തരമായി പള്ളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കാത്തലിക് ചർച്ചുമായി ബന്ധപ്പെട്ട് സജീവമായ പ്രവർത്തന കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കില്ല. അത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ കുർബാനയ്ക്ക് പോകും. പിന്നെ എല്ലാവിധമായ എന്താ പറയുന്ന സഭ പറയുന്ന സകല ആചാര അനുഷ്ഠാനങ്ങൾ കാര്യങ്ങൾക്കകത്തൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് വലിയൊരു മതഭക്തനായി ഞാൻ ചേഞ്ച് ചെയ്തു. ഇത് തന്നെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു.
ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നടന്നിട്ട് ഒരു ഇതാണ്ട ഇവൻ ഭയങ്കര പള്ളി കയറി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടു ഭയങ്കര മതഭക്തനായി നടക്കും. പക്ഷെ ഞാൻ ഈ മതഭക്തനായി നടക്കുന്നു, പള്ളിയിലെ കൂട്ടായ്മകൾ കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ വളരെ സജീവമായി നിൽക്കുമ്പോഴും എൻ്റെ അകത്ത് അപ്പോഴും എന്തൊക്കെയോ ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം എൻ്റെ അകത്തുള്ളത് കൊണ്ട് അന്നത്തെ POC ബൈബിള് വലിയ ബൈബിളാണ്. ഈ POC ബൈബിൾ എടുത്തിട്ട് ആദ്യം മുതൽ അവസാനം വരെ തുടർമാനമായി വായിക്കാൻ തുടങ്ങി. ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല, പല ആവർത്തി ഞാൻ ആ ബൈബിൾ വായിച്ചു. ഓരോ പേജിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു. ആ പുറപ്പാട് സംഭവമൊക്കെ തന്റെ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവരുന്നതും മന്ന കൊടുക്കുന്നതും അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയും ആ അഗ്നിത്തൂണായി ദൈവം ഇറങ്ങി വരുന്നതും ഒക്കെ വായിക്കുമ്പോൾ ചെങ്കടലിനെ പിളർക്കുന്നതും യോർദാൻ കിടക്കുന്നതൊക്കെ സത്യത്തിൽ ഞാൻ പൊട്ടിക്കരയുമായിരുന്നു ബൈബിൾ വായിക്കും. പക്ഷേ ഇപ്പൊ അത്രയും ഒരു ആത്മീയ അനുഭവം എനിക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ അത്രയും തോന്നാറില്ല. ആദ്യമായിട്ടാ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇന്ന് ബൈബിൾ വായിക്കുന്നത്. ഓരോ വാക്യങ്ങളും എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ ഇങ്ങനെ നിരന്തരം വായിക്കാൻ തുടങ്ങി. ചില ഞാൻ ഈ കരിസ്മാറ്റിക് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. വളരെ സജീവമായി കരിസ്മാറ്റിക് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പല ചില സാഹചര്യങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ, ഞാൻ തന്നെ ചില കൊച്ചു കൊച്ചു കൂട്ടായ്മകളൊക്കെ ആരംഭിച്ചു. അവിടെയെല്ലാം പോയി പ്രസംഗിക്കും. ഒരു കൊച്ചു പ്രസംഗകനായിട്ട് ഇങ്ങനെ കരിസ്മാറ്റിക് കൂട്ടായ്മകളിലൊക്കെ പ്രസംഗിക്കും. അപ്പോഴും അച്ഛന്മാരുടെ നിയന്ത്രണത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പെന്തക്കോസുകാരുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല, ഒരു പാസ്റ്റർമാരുമായിട്ടും ബന്ധമില്ല. സജീവമായി ഒരു കരിസ്മാറ്റിക് പ്രവർത്തകനായി സജീവമായി പോകുന്നു. ബൈബിൾ വായിക്കുന്നു, നിരന്തരം വായിക്കുന്നു. പക്ഷെ ഒരുപാട് സംശയങ്ങൾ മുമ്പിലേക്ക് വരികയാണ്. ബൈബിളൊക്കെ വായിച്ചു വരുമ്പോൾ ഓരോ വാക്യങ്ങൾ വിഗ്രഹാരാധനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന ഭാഗങ്ങൾ വിഗ്രഹാരാധന പാപമാണെന്നും വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്നും വിഗ്രഹങ്ങളുടെ പുറകെ പോയ ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചതും അവരെ ദൈവം തള്ളിക്കളഞ്ഞതും ഇങ്ങനെ വിഗ്രഹാരാധനയ്ക്കെതിരെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ കാണുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ പള്ളിക്കകത്തും പോകുന്നിടത്തുമെല്ലാം ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ട് എന്നുള്ള ചിന്തകൾ പലപ്പോഴും ഭരിക്കാനിടയിൽ. അങ്ങനെ 10 കൽപ്പനകളൊക്കെ വായിച്ചു വരുമ്പോൾ 10 കൽപ്പനകൾക്കകത്ത് ഈ സഭ പഠിപ്പിക്കുന്ന കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഇതിനകത്ത് 10 കൽപ്പനകൾ, അവസാനത്തെ 2 കൽപ്പനകൾ പറയുന്നത് നിന്റെ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, യാതൊരു വസ്തുവും മോഹിക്കരുതെന്നാണ്. 2 കൽപ്പനയാണ്, 9ഉം 10ഉം. എന്നാൽ അവിടെ തന്നെ 6ാം കൽപ്പന പറയുമ്പോൾ അതിനകത്ത് വ്യഭിചാരം ചെയ്തിരുന്നൊരു കൽപ്പനയുണ്ട്. അപ്പൊ എന്ത് ഈ അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്തെന്ന് പറയുന്ന ഒരു കൽപ്പനയ്ക്കകത്ത് ഉൾപ്പെടുന്നതല്ലേ? എന്തിനാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ എനിക്കൊരു അന്നത്തെ കാലത്തൊരു സംശയമാണ്. അതുപോലെ തന്നെ ഒരു പ്രതിമയും ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത് എന്ന് പറയുന്ന ഭാഗം സ്വാഭാവികമായിട്ട് 2ാം കൽപ്പനയായിട്ടോ വരേണ്ടതാണ്. പക്ഷെ അത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ എൻ്റെ അകത്ത് വല്ലാത്ത സംശയങ്ങളായി ഈ രൂപം കൊള്ളുവാനിടയായി. ഇതെങ്ങനെ അപ്പോൾ ഇത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പലപ്പോഴും എനിക്കറിയാവുന്ന അച്ഛന്മാരും അല്പമൊക്കെ ഇതുമായി ദൈവവചനവുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരെയും ഞാൻ കണ്ടും സംസാരിക്കുമ്പോൾ അവരിൽ നിന്നൊന്നും ശരിയായൊരു ആൻസർ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ എനിക്ക് ലഭിക്കുന്നില്ല. എനിക്കൊരു ശരിയായ ആൻസർ ലഭിക്കാതിരിക്കുന്നു. 1ാമത്തെ കൽപ്പനയ്ക്കകത്ത് തന്നെയാണ് വിഗ്രഹാരാധനയും അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കാൾ ഉപരിയായി എന്ത് നമ്മളെ കൊണ്ടു നടക്കുന്നതാണ് വിഗ്രഹം. ഇതെല്ലാം സ്വരൂപങ്ങളാണ്, ഇതിനൊന്നും നമ്മൾ ആരാധിക്കുകയല്ല, വണങ്ങുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ കുരിശാരാധന, സ്ലീബാരാധന എന്ന് പറയുന്ന കുരിശാരാധന, കുരിശിനെ ആരാധിക്കുന്നത്, ഇപ്പൊ ദൈവത്തെ മാത്രം കുരിശിനെ ആരാധിക്കണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംശയങ്ങളായി കടന്നു ചെല്ലുമ്പോൾ ഇതിനൊന്നും ഒരു വ്യക്തമായ മറുപടി എനിക്ക് ലഭിക്കമാകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അച്ഛനും അതുപോലെ എനിക്ക് പരിചയമുള്ള ധാരാളം ഈ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ എനിക്ക് ലഭ്യമാകുവാനിടയിൽ. പണ്ടേ ഒരു പുസ്തക വായന ശീലമുള്ളത് കൊണ്ട് ഞാൻ ഈ പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ കാത്തലിക് തിയോളജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും ആ കാലഘട്ടത്തിൽ വായിച്ചിട്ടുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയടക്കമുള്ള ഈ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് തുടങ്ങിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കുറെ കാര്യം, എന്നിട്ടും എൻ്റെ മനസ്സിലെ പല കാര്യങ്ങൾക്കും ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുകയാണ്. വളരെ കാര്യക്ഷമമായി പുസ്തകം വായിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക വാക്യം എന്നെ ഉടക്കാൻ, ഞാൻ ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ പലയിടത്തും വാക്യങ്ങൾ എഴുതി വെച്ചതുണ്ട്. പല പെന്തക്കോസ് കക്ഷികളെ കിട്ടിയിട്ടുള്ള ചില ട്രാക്റ്റുകളുണ്ട്, അതൊക്കെ വായിക്കാറുണ്ട്. പല വാക്യങ്ങളും പ്രത്യേകമായി എന്നെ സ്പർശിക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ എഫേസ് ലേഖനം 2ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, കൃപയാൽ
വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രവർത്തികൾ കാരണമല്ല, ദൈവത്തിന്റെ സൗജന്യമായ ദാനമത്രേ. ഈ വാക്യം പ്രത്യേകമായി എന്നെ ആകർഷിക്കാൻ കാരണം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കാര്യം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ് എന്ന് അവിടെ എഴുതിയിരിക്കും. കാത്തലിക് ചർച്ചിന്റെ ഒരു പഠനമൊക്കെ അനുസരിച്ച് നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്നും കുർബാന, എന്നും കുമ്പസാരം, പിന്നെ അതിനുശേഷം നടക്കുന്ന ഓരോരോ കർമ്മങ്ങൾ, ആചാരങ്ങൾ, മരിച്ചതിന് ശേഷവും നിരന്തരമായ പ്രാർത്ഥനകൾ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിരന്തരമായ പ്രാർത്ഥനകളാണ്. ദൈവാസനം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ കാത്തലിക് ചർച്ചിന്റെ ആ ഒരു പശ്ചാത്തലം അനുസരിച്ച് എനിക്ക് ഇതങ്ങോട്ട് വായിച്ചിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് എനിക്കറിയാവുന്ന അച്ഛന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. അത് പൂർത്തിയാകുന്നത് നമ്മൾ മരിച്ചതിന് ശേഷം യാതനാസ്ഥലത്ത് ചെല്ലും. യാതനാസ്ഥലത്ത് ഇവിടെ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും അവിടെ യാതനകൾ അനുഭവിച്ചെങ്കിലേ ഒക്കൂ. അത് ജീവിച്ചിരിക്കുന്നവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കുർബാനകളിലൂടെയും ജീവിച്ചിരിക്കുന്നവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളിലൂടെയൊക്കെയാണ് യാതനാസ്ഥലത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ കഴിയുന്നത്. നിരവധി മരിച്ച വിശ്വാസികളുടെ നിലവിളി യാതനാസ്ഥലത്തുണ്ട്. അതുകൊണ്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാത്തലിക് ചർച്ചിൻ്റെതായ ഉപദേശങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും എന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. പക്ഷെ കൃപ എന്ന വാക്ക്, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കരിസ്മാറ്റിക് ലീഡറിന്റെ ഒരു പ്രസംഗം ഇങ്ങനെ കേൾക്കാനിടയായി. പ്രസംഗം ഇങ്ങനെയാണ്: കൃപയ്ക്കുമേൽ കൃപ തരണമേ. പുള്ളി പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുക, കൃപയ്ക്കുമേൽ കൃപ തരണം. എന്നിട്ട് അദ്ദേഹം അവനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, കരുണയേക്കാളും വലുതാണ് ദൈവത്തിന്റെ കൃപ. അത് പെന്തക്കോസ്തുകാരും പറഞ്ഞ കാര്യമല്ല, കരിസ്മാറ്റിക്കിലെ ഒരു പ്രസംഗ വിഷയമാണ്. അദ്ദേഹം പറഞ്ഞ് കൃപ എന്ന് പറയുന്ന കരുണയെക്കാളും ഉപരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് അഭ്യർത്ഥിക്കണം. ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടോ. കൃപ എന്ന് പറയുന്ന വാക്ക് പ്രത്യേകമായി എന്നെ ആകർഷിക്കാനിടയായി. അങ്ങനെ വേദപുസ്തകത്തിലെ പല വാക്യങ്ങൾക്കകത്തും കൃപയെന്നും കാണുന്നുണ്ട്, കരുണയെന്നും കാണുന്നു. മലയാളം അർത്ഥമനുസരിച്ച് കരുണയ്ക്കും കൃപയ്ക്കും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നും. കരുണയും കൃപയും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എന്തോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തോ ഉണ്ട്, ഒരു തിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നാനിടയായി. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷണം നടത്തി പല അച്ഛന്മാരോട്. എനിക്കന്ന് ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്ത് പാസ്റ്റർമാരെ കുറിച്ച് ഒന്നും എനിക്കൊരു പിടിയില്ല. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പലരോടും ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കത്തോലിക്ക അച്ഛന്മാരോടൊക്കെ പലരോടും അന്വേഷിച്ചു പോയിട്ടും പലരും പറയുന്ന കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞവരുണ്ട്, കൃപയും കരുണയും ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്, കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ദാനമാണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ മനസ്സിന് തൃപ്തി വരുന്നില്ല. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ കൗൺസിലിങ്ങിന്റെ ഒരു കാത്തലിക് ചർച്ചിന്റെ ക്ലാസ് ആണ്, ആലപ്പുഴയുള്ള IMS എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ഒരു കൗൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു വളരെ സ്കോളറായിട്ടുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അദ്ദേഹം നല്ല PhD കാരനായ നല്ല തിയോളജിക്കലായിട്ട് നല്ല ഫൗണ്ടേഷനുള്ള അച്ഛനാണ്. അപ്പൊ ഈ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തോട് ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഇവിടെ ഇങ്ങനെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്, ഈ കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ എന്നോട് കൃപയുടെ അർത്ഥമല്ല പറഞ്ഞത്. അച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മോനെ, ഇത് പ്രൊട്ടസ്റ്റന്റ് തിയോളജിയാണ്, നമ്മുടെ തിയോളജി ഇതല്ല. നമ്മുടെ തിയോളജി അങ്ങ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിശാചുക്കൾ പോലും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും ഉറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസം മൂലം മാത്രമല്ല, പ്രവൃത്തിയാലും അത്രേ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു. അപ്പോ ഇത് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് തെറ്റിപ്പോകരുത്, ഇതൊക്കെ നമ്മളെ ഓരോരുത്തർ വഞ്ചിക്കുന്നതാണ്. എനിക്ക് കൃപയുടെ അർത്ഥമൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ പ്രൊട്ടസ്റ്റന്റ് തിയോളജിയും അതുപോലെ കാത്തലിക് തിയോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊരു കാര്യം മാത്രമാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കൃപയാൽ വിശ്വാസം മൂലം മാത്രം ആരും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ പ്രവർത്തികൾ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയപ്പോൾ ഞാനും ഇങ്ങനെ അതിനെക്കുറിച്ച് ശരിയാണ്, പ്രവർത്തികൾ. അപ്പം എല്ലാ സ്വരൂപങ്ങൾക്കും മാലയിടണം, എല്ലാത്തിന്റെ മുമ്പിലും മെഴുകുതി കത്തിക്കണം, നിലവിളക്ക് കത്തിക്കണം, തീർത്ഥാടനം നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള നിർജീവ പ്രവർത്തികളാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ചിന്തിച്ചു, എന്താ ഈ പ്രൊട്ടസ്റ്റന്റ് തിയോളജി എന്താണ്, ഈ സാധനം ഒന്ന് പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ അന്ന് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പം എനിക്ക് പരിചയമുള്ള ചില ഒരു
പെന്തക്കോസ്ത് പയ്യൻ. അവനെ വിളിച്ചോടാ, നിന്റെ വീട്ടിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് തരണേന്ന് പറഞ്ഞു. അവൻ ചില പുസ്തകങ്ങളൊക്കെ കൊടുത്തു, കുറച്ച് ട്രാക്ട് പുസ്തകം. പക്ഷെ ഇതൊന്നും വായിച്ചിട്ടും എനിക്കങ്ങോട്ട് കൃപയുടെ അർത്ഥം കിട്ടുന്നില്ല. അപ്പം ബൈബിള് വായിക്കുന്നുണ്ട്, നിരന്തരമായിട്ട് ബൈബിള് വായിക്കുന്നുണ്ട്. ഈ അവൻ കൊണ്ടുതന്ന ഈ പയ്യൻ കൊണ്ടുതന്ന കുറെ പുസ്തകങ്ങളൊക്കെ കിട്ടി. ഞാൻ ഇതൊക്കെ വായിച്ചു, ആർത്തിയോടെ വായിച്ചു. പക്ഷെ എനിക്കങ്ങോട്ട് തൃപ്തിയാകും. അങ്ങനെ ഇരിക്കുമ്പോൾ മണർകാട് പള്ളി പെരുന്നാളിന് പോകുമ്പോൾ ഇങ്ങനെ ഇന്നത്തെ പോലെ ടിവിയും കാര്യങ്ങളും ഒന്നും വ്യാപകമായ സന്ദർഭമല്ല നമുക്ക് ഈ ആൾക്കാരെ കുറിച്ച്. പക്ഷെ ഞാൻ ഇങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ തപ്പി ഇങ്ങനെ ബുക്ക് സ്റ്റാളിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പുസ്തകം പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബെന്നി ഹിന്നിന്റെ ഒരു പുസ്തകമാണ്. യേശുവിന്റെ രക്തം അതിന്റെ ശക്തി എന്ന് പറയുന്ന ഒരു പുസ്തകം, ബെന്നി ഹിന്നിന്റെ പുസ്തകം കണ്ടു. ബെന്നി ഹിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല, നമുക്കറിയില്ല അദ്ദേഹം എന്താ ഏതൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും ശരി ആ പുസ്തകം ഇങ്ങനെ വാങ്ങിച്ചു. ഈ പുസ്തകം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വായിച്ചു വരുമ്പോഴാണ് കൃപയെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് കൃപ ദൈവത്തിന്റെ സൗജന്യമായി ദൈവം നമ്മുടെ മേൽ പകരുന്ന ദാനമാണെന്നും അർഹിക്കാത്തിടത്ത് ദൈവം ചെയ്യുന്നതാണെന്നും അടിമ ചന്തയിൽ ഒരു മനുഷ്യനെ വിൽക്കാൻ നിർത്തിയിടത്തുനിന്ന് പോയിട്ട് ഒരു യജമാനനി അടിമയെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവനെ സ്വതന്ത്രമായി വിട്ടയച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃപയെക്കുറിച്ച്, കൃപ ദൈവത്തിന്റെ അർഹിക്കാത്ത ദാനം, അർഹിക്കാത്ത സ്ഥലത്തുനിന്ന് ദൈവം നമ്മെ പുറത്ത് എടുത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകിയ വീണ്ടെടുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃപയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇത് വായിക്കാൻ ഇടയായി. അതോടുകൂടി എനിക്ക് മൊത്തത്തിൽ എന്തോ ഈ തിയോളജി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ പുസ്തകം അന്വേഷിക്കാൻ തുടങ്ങി. കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ പോയി വാങ്ങിക്കുകയും മേടിക്കുകയൊക്കെ ചെയ്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ചിന്തകൾക്കൊക്കെ വ്യത്യാസം വന്നു. കൃപ എന്ന വിഷയത്തെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കൃപയാൽ ആണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്നും അത് നമ്മുടെ പ്രവൃത്തികളല്ല എന്നും പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ലെന്നും ദൈവസന്നിധി ചെല്ലാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമാണ് ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവസന്നിധി ചെല്ലാൻ കഴിയില്ല. അതും ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്, മനുഷ്യന്റെ യോഗ്യത കൊണ്ടല്ല, ദൈവം കൃപയാൽ. ഇങ്ങനെ എൻ്റെ പ്രസംഗ വിഷയങ്ങളിലൊക്കെ ഈ വിഷയം വന്നപ്പോൾ പള്ളിയിൽ നിന്നും അച്ഛൻ എല്ലാ കൂട്ടായ്മകളും വിളിച്ചു പറഞ്ഞു, ഇവനെ അടുപ്പിക്കരുത്. കാര്യം അന്ന് പലരും പല ആവശ്യങ്ങൾക്ക് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ഛനെ വിളിക്കുന്നതിനെക്കാട്ടും മുമ്പേ എന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം ആ സന്ദർഭങ്ങളിൽ ഉണ്ടായി വന്നു. അപ്പം പലരും പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കാറുണ്ട്. അപ്പം പറഞ്ഞു, ഇവനെ അടുപ്പിക്കരുത്, ഇവനെ വീട്ടിൽ കയറ്റരുത്, ഇവനെ ഒരു കൂട്ടായ്മ വിളിക്കരുതെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും എനിക്കെതിരെ പല വിലക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി. കാര്യം ഇവന്റെ പോക്ക് ശരിയല്ല എന്ന് അവർ കണ്ടെത്തി. ആ സമയത്ത് ഞാൻ പറയട്ടെ, എനിക്ക് പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ കൃപയാലുള്ള രക്ഷയെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഞാൻ തന്നെ ആരംഭിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അങ്ങനെ പള്ളിയുമായിട്ടൊരു അകൽച്ച ഉണ്ടായി. പള്ളിയിലൊക്കെ പോകാതെ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു പെന്തക്കോസ്ത് കുടുംബം, ആ പ്രിയപ്പെട്ടവര് ഞാനിങ്ങനെ വളരെ സജീവമായി കത്തോലിക്ക പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് ഇപ്പൊ പള്ളിയിൽ പോകാതൊക്കെ വീട്ടിൽ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവരുടെ പാസ്റ്ററെ പോയി കാണുന്നത്. ആ പാസ്റ്ററെ ഒരു ദിവസം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് വിടുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യം പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ചില കാര്യങ്ങൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ തന്നു. പിന്നെ എൻ്റെ യാത്രയിലൊക്കെ ഞാൻ പരിചയപ്പെട്ട ചില കർത്തദാസന്മാർ, അവരുമായിട്ടുള്ള പരിചയത്തിലും ബന്ധത്തിലും ഒത്തിരി കാര്യങ്ങൾ, അതുവരെ ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്തവരാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. അപ്പോഴൊന്നും ഞാൻ ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഇത് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ ഒരു ഇടപെടിയിൽ ദൈവം എൻ്റെ അകത്ത് നടത്തി, നിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുമായിരുന്നെങ്കിൽ എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കില്ലായിരുന്നു. വളരെ ശക്തമായി ആത്മാവ് എന്നോട് അങ്ങനെ ഇടപെടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, ക്രൂശിൽ മരിക്കാൻ വിട്ടുകൊടുത്തത്, അവനെ തകർക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് എന്ന ബോധ്യം എൻ്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ പള്ളിയിൽ പോകുന്നില്ല എന്നുള്ള പൂർണ്ണ തീരുമാനമെടുത്ത് ഇങ്ങനെ നിൽക്കുകയും ചില പെന്തക്കോസ്റ്റൽ യോഗങ്ങൾക്ക് പ്രാർത്ഥന വളരെ പുറകിൽ പോയിരുന്നതാണ്.
എന്നാൽ അവിടെ വെച്ച് സ്നാനത്തെക്കുറിച്ച് കേൾക്കുകയും പിന്നെ സ്നാനത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. കാത്തലിക് ചർച്ചിലെ കുർബാനയും അതുപോലെ പെന്റക്കോസ്റ്റൽ ചർച്ചിലെ തിരുവത്താഴവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതൊക്കെ കുറെ അധികം എൻ്റെ വായനയിലൂടെ ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ യോഗത്തിൽ പോകുന്നതും സ്നാനപ്പെടണമെന്ന് തീരുമാനമെടുത്തു. ആരോടും പറഞ്ഞില്ല, വീട്ടുകാരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ പാസ്റ്റർ അടുത്ത് പറയുകയും ഡയറക്റ്റ് പോയി സ്നാനപ്പെട്ട് അന്നു മുതൽ വരികയും അന്നു മുതൽ കർത്താവിന്റെ കൃപയാൽ ഞാൻ സ്നാനപ്പെട്ട നാൾ മുതൽ, അല്ല ഒരുപക്ഷെ സ്നാനപ്പെടുന്നതിന് മുമ്പ് മുതൽ, അതിന് തീരുമാനമെടുത്ത ആ സന്ദർഭം മുതൽ തന്നെ ഞാൻ പല ചർച്ചുകളിലും സാക്ഷ്യം പറയാനും അതുപോലെ വിവിധ വേദികളിൽ ശുശ്രൂഷിപ്പാനൊക്കെ കടന്നുപോയി. വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാൻ അധിക നാൾ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്നു മുതലേ ഒരു ശുശ്രൂഷകൻ എന്ന അർത്ഥത്തിലാണ് ഈ മേഖലയിലും പ്രവർത്തിപ്പാനിടയായത്. അപ്പോൾ ഞാൻ ഈ പെന്റക്കോസ്റ്റൽ മാർഗത്തിലേക്ക് വരാൻ ഇടയായ ഒരു സാഹചര്യം, ഇങ്ങനെ ദൈവം നിരവധി മാർഗത്തിലൂടെയാണ് എന്നെ കൊണ്ടുവന്നത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാൻ പെന്തക്കോസ്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഞാൻ പെന്തക്കോസ്തിലേക്ക് വന്നത് കടം മാറാനല്ല. ഞാൻ പെന്തക്കോസ്തിലേക്ക് വന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല. ഞാൻ പെന്തക്കോസ്തിലേക്ക് വന്നത് ഏതെങ്കിലും നന്മ പ്രതീക്ഷിച്ചിട്ടോ ഏതെങ്കിലും ഉയർച്ച പ്രതീക്ഷിച്ചിട്ടോ അല്ല. കാരണം ഞാൻ നിന്ന കരിസ്മാറ്റിക് മേഖലകളിൽ ഒരുപാട് രോഗസൗഖ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്ന കരിസ്മാറ്റിക് മേഖലകളിലും ഞാൻ പോയ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ദൈവികമാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ തർക്കവിഷയത്തിലല്ല. പക്ഷേ ഞാൻ വന്നത് ഇതിനു വേണ്ടിയിട്ടല്ല ഈ മാർഗത്തിൽ വന്നത്. ഞാൻ ഈ മാർഗത്തിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വന്നത് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ്. നിത്യതയിലെത്തിച്ചേരുവാൻ വേറൊരു മാർഗവും മുമ്പിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈസ്കൂൾ അധ്യാപകനായി കത്തോലിക്കരുടെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു എതിർപ്പ്, ബിഷപ്പും അതുപോലെ ബന്ധപ്പെട്ടന്മാരൊക്കെ വിളിച്ച് എന്നെ വിസ്തരിക്കുന്നു. അവരുടെ എല്ലാം മുമ്പിൽ തല ഉയർത്തി നിന്ന് തന്നെ ദൈവവചനം പറഞ്ഞ് അവർക്ക് പലർക്കും തിരിച്ച് പലതും പറയാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങളെ ധരിപ്പിച്ചിട്ടാണ് ഞാൻ അവരോടൊക്കെ ഫൈറ്റ് ചെയ്തിരുന്നത്. എനിക്ക് അർഹമായ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. എൻ്റെ വൈഫും എന്നേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടിയത് അദ്ദേഹമാണ്. കാരണം വൈഫിനെ സംബന്ധിച്ച് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ആരാധനയ്ക്ക് വരുന്നതും വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം സ്നാനപ്പെടുകയൊക്കെ ചെയ്യുന്ന. അതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്ത് നിന്നത്. അപ്പോൾ അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നേരിട്ട പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഒത്തിരി പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് പിന്നീട് നാളുകൾക്ക് ശേഷം അദ്ദേഹം ആഭരണമൊക്കെ ഊരി ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എങ്കിലും കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാരണം, ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി വരുന്നത് ഒരിക്കലും ഒരു നന്മയും പ്രതീക്ഷിച്ചിട്ടാകരുത്. ഹല്ലേലൂയ. അത്ഭുതമുണ്ടോ? ഉണ്ട്. അടയാളമുണ്ടോ? ഉണ്ട്. രോഗസൗഖ്യമുണ്ടോ? ഉണ്ട്. ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം കൺമുമ്പിൽ കാണുന്നു. നമ്മുടെ പ്രാർത്ഥനയിലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുമ്പിലുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ അറിയുന്ന നിത്യതയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഇവിടെ എന്ത് നേടി എന്നുള്ളതിനൊന്നും, ഇവിടെ വീട് വെച്ചോ, ഇവിടെ കാറ് മേടിച്ചോ, ഇവിടെ വിദേശയാത്ര നടത്തിയോ, ഇവിടെ നന്മ കിട്ടിയോ, ഡോളർ കിട്ടിയോ എന്നൊന്നും പറയുന്നതിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം ഉണ്ടാകില്ല. സ്വർഗത്തിൽ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തി എന്നുള്ളതിനാണ് അവിടെ പ്രതിഫലം. ഇവിടെ എന്ത് നഷ്ടപ്പെടുത്തുന്നുവോ അതിനൊക്കെ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഇവിടെ ഭൗതികമായി നേടുന്നതിനൊന്നും അവിടെ പ്രതിഫലമില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. അത് നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് അംസ്തോത്രം ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക മാർഗം. ആ ഏക മാർഗത്തിലൂടെ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധി എത്തിച്ചേരാൻ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് രാഷ്ട്രീയത്തിലോ എന്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാകട്ടെ, പക്ഷെ ദൈവസന്നിധി ചെല്ലാൻ ഒരു മാർഗമേ ഉള്ളൂ. ഇന്ന് തിരുക്കോണുകളിൽ ഈ സുവിശേഷം സത്യസുവിശേഷമാണ് വിളിച്ചു പറയുന്നത്. എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ അതിനുശേഷം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാനൊക്കെ തീരുമാനമെടുത്തെങ്കിലും ചില കർത്തദാസന്മാർ റിസൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. ചില നീണ്ട ലീവുകൾ എടുത്തിട്ടാണ് ബൈബിൾ പഠനവുമായി നിരന്തരമായി കോളേജിൽ പോയി പഠിച്ചതിന് ശേഷം സഭ ആരംഭിച്ചു. ആദ്യം ഞാൻ സ്വന്തമായിട്ട് ഒരു പ്രവർത്തനം ആരംഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവസഭ മറ്റൊരു സെന്ററിന് കൊടുക്കുവാനിടയായി. അതിനുശേഷം ഒരു പുതിയ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. പുതിയ പ്രവർത്തന സ്ഥലത്താണ്
ഞാൻ കൂടുതലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ആത്മാക്കളെ കർത്താവിന് വേണ്ടി കണ്ടെത്തുവാനും അവരെയൊക്കെ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേർത്ത് കൊണ്ടുപോകാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായും പരസ്യയോഗങ്ങളിലും ഭവന സന്ദർശനങ്ങളിലും പേഴ്സണൽ എവാഞ്ചലിസത്തിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വേദാധ്യ അപ്പോഴും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. എൻ്റെ വൈഫ് ടീച്ചറാണ്. കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം തരക്കേടില്ലാത്ത വിദ്യാഭ്യാസമൊക്കെ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയിൽ ഇങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഭൗതികമായി ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചാൽ സ്തോത്രം. അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. എനിക്ക് എൻ്റെ ജോലിയിലെ പ്രൊമോഷൻ ആയാലും സാമ്പത്തികമായ പല വിധത്തിലുള്ള നന്മകൾ ഇപ്പോഴും എൻ്റെ മുമ്പിൽ എനിക്ക് മറ്റ് പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനും നന്മകൾ പ്രാപിക്കാനുമുള്ള അവസരങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത് ഭൗതികമായി ഒന്നും നേടുന്ന മാർഗമല്ല. ഉള്ളതൊക്കെ ചപ്പന്നും ചവറന്നും എണ്ണി കർത്താവിന് വേണ്ടി പ്രയത്നിക്കുകയും ഒടുവിൽ നിത്യതയിൽ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യുന്ന മാർഗമാണെന്ന് കേൾവിക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം എന്നെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഈ കാര്യങ്ങളെ ചുരുക്കമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാക്ഷ്യം ഇന്ന് പകല് ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവം ഇന്നും വിവിധ ഇടങ്ങളിൽ എന്താ പറയുന്നത്, ജീവിതത്തിൽ ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു നിമിത്തം ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് കർത്താവിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ കൃത്യനെ ഉപയോഗിക്കുന്നല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, കരുണയുള്ള കർത്താവേ, നല്ല നിമിഷത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ ജോയ്സ് ടിവിയിലൂടെ കർത്താവെ അനുഭവത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കണ്ടെത്തിയ വിധങ്ങളെ കുറിച്ച് പ്രസ്താവിപ്പാൻ സ്വർഗം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെ, പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിക്കണം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ യേശു മാത്രമാണ് ഏക കർത്താവെന്നും ദൈവത്തിലേക്കുള്ള ഏക വഴി ക്രിസ്തുവെന്നും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.